കാണാനില്ലല്ലോ. എന്താ അച്ഛനെ നോക്കണേ? എന്ത് നോക്കണേ? മുകളിലോട്ട് എന്താ നോക്കണത്? പുക. എന്ത് പുക? പുക. ഹൈക്കമാൻഡിൽ നിന്ന് പുക വരുന്നുണ്ടോ നോക്കുന്നത്. കറുത്തതാണോ വെളുത്തതാണോ? വെളുത്ത പുക വന്നാ മതി. വെളുത്ത പുക വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കറുത്ത പുക വന്നാൽ വെളുത്ത പുക മതി. എവിടെ പടം നയിക്കട്ടെ. എവിടെ പൊന്നുമുത്ത്? എവിടെ പിണറായി? എവിടെ? ഒന്ന് തിരിച്ചു കൊണ്ടുവരാമോ? കണ്ടോ ആഗ്രഹിച്ചു തുടങ്ങി. 5 വർഷം കൊണ്ട് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വെറും 5 ദിവസം കൊണ്ട്, വേണ്ട 5 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി പിണറായിയുടെ ഭരണമായിരുന്നു ഏറ്റവും നല്ലതെന്ന്. താങ്ക് യു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഹൈക്കമാൻഡിനും KCക്കും RCക്കും VDക്കും പിന്നെ അവിടെ കിടന്ന് അടികൊണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വെറും 5 ദിവസം കൂടി ഈ ഒരു പിണറായിയുടെ ഭരണം നന്നായിരുന്നു എന്ന് പറയിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ AKG സെന്ററിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, മനസ്സിലായോ? വോട്ട് കുത്തി ജയിപ്പിച്ചിട്ടിട്ട് എല്ലാം ചൊറിയും കുത്തി ഇരിക്കുകയാണ്. അനുഭവിച്ചോ നീക്ക? 5 വർഷങ്ങളിൽ നിന്ന് അനുഭവിച്ചോ? ഞങ്ങൾ മര്യാദയ്ക്ക് ഭരിച്ചു. ഞങ്ങൾ അധികാരത്തിലേറി 2 വട്ടവും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? പറയൂ മാനവരെ. പ്രതിപക്ഷ നേതാവ് അതിന് ഡൽഹിയിൽ ഒരു നിശബ്ദ അടി നടക്കുന്നുണ്ടെന്നാണ്. നിശബ്ദ അടി നടക്കുന്നുണ്ടെങ്കിൽ നിശബ്ദാണോ? ഇങ്ങനെ നാട്ടുകാരെ മുന്നേ നാണം കെടുത്തിയല്ലോ. അയ്യേ, നാണക്കേട് കോൺഗ്രസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? സ്വതന്ത്രമായിട്ട് വിജയം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ തോൽവി മേടിച്ചു വെച്ച പടക്കം ഇതുവരെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഞങ്ങളുടെ തോൽവിയിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കായിരുന്നു. പക്ഷെ ഈ അടിയൊക്കെ കണ്ടിട്ട് കുഞ്ഞാപ്പയും കൊച്ചാപ്പയും ഉള്ള അപ്പന്മാരെല്ലാം കൂടെ കിടന്ന് മോങ്ങല. ലീഗ് അസ്വസ്ഥമായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഒന്ന് ചൂണ്ടിയ കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ലീഗിനെ കിട്ടും. ലീഗൊന്നും ഞങ്ങൾക്ക് പണ്ട് പിണറായിയും ഗോവിന്ദനും ആവുന്ന അത്ര നോക്കിയതാണല്ലോ. വേലിക്കിപ്പുറം നിന്നോണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഇനി കിട്ടിയിട്ട് എന്താക്കാനാണ്? ഞങ്ങൾക്ക് അധികാരം പോയില്ലേ? ഞങ്ങൾക്ക് പ്രതിപക്ഷം ആകാനാണ് ഇഷ്ടം. സമരങ്ങൾ കൊഴിപ്പിക്കണം. അതെങ്ങനെയാ? അതിന് സമരം നടത്താൻ നിങ്ങൾക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ആദ്യം മുഖ്യമന്ത്രി വരണമല്ലോ. മുഖ്യമന്ത്രി വന്നാലല്ലേ നിങ്ങൾക്ക് സമരം നടത്താനോ? ഞങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്യായിരുന്നതാണ്. ഇവന്മാരെ എന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കണം. സെക്രട്ടേറിയറ്റ് പോയി ഫ്ലെക്സ് വലിച്ചേറി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടിയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മന്ത്രിമാരുടെ ഉണ്ട്. സമയം എടുക്കും നിങ്ങൾക്ക് സമരത്തിന്. പക്ഷെ ഈ അടിയൊക്കെ കൂടി എപ്പം മന്ത്രിസഭ ഉണ്ടാക്കാനായി? ഞങ്ങളുടെ കാവൽ മുഖ്യമന്ത്രി 5 വർഷം തുടരേണ്ടി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. മിക്കവാറും അവിടെ തന്നെ തങ്ങേണ്ടി വരും. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ കാര്യം പറഞ്ഞപ്പോഴത്തേക്കായിരുന്നു നിങ്ങളുടെ മുഖ്യന്റെ മകൾ മറ്റേ വാടകയ്ക്ക് വീട് തിരക്കി നടക്കുന്നു ഒരു കരക്കമ്പി കേൾക്കുന്നു. ഞങ്ങൾക്ക് വാടകയ്ക്ക് വീട് കിട്ടി. ഞങ്ങൾ വീട് താമസം തുടങ്ങിയിട്ടുണ്ട്. പശുക്കളെ എങ്ങോട്ട് കൊണ്ടുപോയി? ആ പശുക്കളെ പുല്ലൂരല്ലല്ലോ, ആ സ്ഥലത്തോട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. ജേഴ്സിനെയും മറ്റേ സങ്കര തൈക്കണ്ടിയും കൊണ്ടുപോകാൻ മേലായിരുന്നു. പിണറായിക്ക് ഇനിയിപ്പോ വിശ്രമകാലം ആയതുകൊണ്ട് കളിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കായിരുന്നു. വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ ചില നിർത്ത്. വാടകയ്ക്ക് ഇവിടെ തന്നെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കസേര നോക്കിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറ്റില്ല. അതെന്താ? ഞങ്ങൾ വേരൂന്നിപ്പോയി. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഇനി കണ്ണൂറുകാർക്ക് അങ്ങനെ ഇല്ലല്ലോ. തിരിച്ച് കണ്ണൂരിലേക്ക് പോകണമെന്നല്ലേ? അത് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണല്ലോ. കൊല്ലത്തുകാരന്റെ കാര്യമില്ല. കണ്ണൂരുകാർക്ക് എന്താ? അത് കൊല്ലത്തിന്റെ അടുത്താണ്. സുഹൃത്തുക്കളെ, മാറാതെ ക്ലിഫ് ഹൗസിൽ നിന്ന് സാധനങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ വാടകയ്ക്ക് ഒരു വീട് നോക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് കെപ്പിത്താൻ തന്നെയാണോ? എങ്ങനെയാണ് വീണ്ടും ആണെങ്കിൽ ഞങ്ങളുടെ ശക്തനായ നേതാവ് ഞങ്ങളെ നിങ്ങൾക്ക് അടി കിട്ടിയത് എന്തിനായിരുന്നു? നിങ്ങൾക്ക് അത് പിന്നെ ഞങ്ങളുടെ പിണറായിയെ മാറ്റുന്നതിനല്ലേ അടി കിട്ടിയത്? അല്ല, BJP കോൺഗ്രസും കൂടി കള്ളക്കളി കളിച്ചിട്ട്. അല്ല പിന്നെ ഇപ്പൊ അങ്ങനെയായി. അങ്ങനെ തന്നെ തെളിവ് എവിടെ? തെളിവുണ്ട്. ഞാൻ ഉറക്കട്ടെ തെളിവ് ഓരോന്നായിട്ട്. അവരെ കള്ളക്കളി കളിച്ച് ഞങ്ങളെ തോപ്പിച്ചിട്ട് ഇത്രയും നല്ല ഭരണം കാഴ്ചവെച്ച നിങ്ങൾ തോപ്പിച്ച് 10 വർഷം കറണ്ട് കെട്ടില്ലാത്ത 10 വർഷം ഇതിന് ഞങ്ങളെ തോപ്പിച്ചില്ലേ? അനുഭവിച്ചോ? എവിടെ നിങ്ങളെ മുഖ്യമന്ത്രി? എവിടെ നിങ്ങൾ ജയിപ്പിച്ചോട്ട് നിങ്ങളെ മുഖ്യമന്ത്രി എവിടെ? ഇല്ലെങ്കിലും വല്ല തീരുമാനമാവോ? വെള്ളത്തിൽ കിടന്ന് മുങ്ങി തപ്പയാണ് ഹൈക്കമാൻഡ്. ഒരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്ന് ഞങ്ങൾ വെറുതെ മോഹിക്കുമല്ലോ. എന്നും വെറുതെ മോഹിക്കുമല്ലോ. KPCCന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് പാടിയത് എന്തിനാ ഫ്രണ്ടിൽ നിന്ന് പാടണം? കണ്ട മരവാഴകള് ഞാൻ ഖേദിക്കുന്നോ? ഖേദിക്കുന്നു. ഞാൻ വോട്ട് ചെയ്തില്ല.
ആലപ്പുഴക്കാരിയായ ഞാൻ സുഹൃത്തുക്കളെ പിന്നെ ഇതിന് ഗേദിക്കണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല ഇവന്മാര് ജയിപ്പിച്ചത് വന്നില്ലേ ഇത്? നിങ്ങൾക്ക് പങ്കില്ല, നിങ്ങൾ വോട്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് പങ്കില്ല. എന്നാലും ഇവിടുത്തെ പൗരൻ എന്ന നിലയിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, എന്റെ പൊന്നോ സുഹൃത്തുക്കളെ, നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കോവിഡിനെ അതിജീവിച്ചു, നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു, നമ്മൾ ഇതും അതിജീവിക്കും. ഏത് ഈ നടക്കുന്ന അടിയും അടിയും നമ്മൾ അതിജീവിക്കും. ആശാൻ ആരാവണം മുഖ്യമന്ത്രി? പടം നയിച്ചു വേണോ? ഞങ്ങളുടെ സതീശന് എന്ത് കുഴപ്പം? സതീശനെ പിന്തുണയ്ക്കത്തുള്ളൂ. കാരണം എന്താ, പിണറായി ആയിട്ട് ഇപ്പോഴും നല്ല ചങ്ങാത്തത്തിലാ മൂപ്പര്. അങ്ങനെയല്ല, പടം നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ. എനിക്ക് സതീശൻ മതി മുഖ്യമന്ത്രിയായിട്ട്. എന്നാലേ നമുക്ക് കുറെ കോമഡി ഇട്ടുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി വി ഡി സതീശൻ. സതീഷ് അല്ല രമേശ്, സതീശൻ മുഖ്യമന്ത്രി സതീശൻ. 5 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പറഞ്ഞു പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്താ വി ഡി സതീശനോട് ഇത്ര സ്നേഹം? ഞങ്ങൾക്ക് സതീശൻ മതി. കാര്യം എന്താണെന്നറിയാമോ? ഈ 5 വർഷക്കാലത്ത് പിണറായി അത്ര കണ്ട് എതിർക്കാനൊന്നും വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ളതാ പലപ്പോഴും. പിണറായിക്ക് മുന്നിൽ നിഷ്കുവാകുന്ന സതീശനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു ഡീലുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെയൊന്നുമല്ല എന്റെ മാനവരെ, ഞങ്ങളുടെ മുഖ്യമന്ത്രിനെ, ഞങ്ങളുടെ പിണറായിയെ എടോ വിജയാന്ന് വിളിച്ചവനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ചങ്കൂറ്റം കാണിച്ചവനാണ് സതീശൻ. ആ സതീശനൊപ്പമേ ഞങ്ങൾ നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് സതീശൻ മതി. എന്റെ മാനവരെ, എത്ര നിലപാടുകൾ സതീശൻ. ഈ കേസിയൊക്കെ എന്തിനു കെട്ടിയിറക്കണത് ഇങ്ങോട്ട് പറ. ഇത്ര 5 വർഷം ഫ്ലെക്സ് വെച്ചായിരുന്നല്ലോ കേസിക്ക് വേണ്ടി. രാത്രി കൊണ്ടുപോയി ഒരിടത്ത് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും കൊങ്ങികളുടെ അടികൂടിയാണ്. അപ്പാന്നും പറഞ്ഞുകൊണ്ടൊരു കരച്ചിൽ കേട്ടില്ലായിരുന്നു ഇതിനിടയ്ക്ക്? അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയപ്പോൾ ചാണ്ടി ഉമ്മന്റെ കരച്ചിൽ. എന്നിട്ട് ചാണ്ടി ഉമ്മ പറഞ്ഞ ഡയലോഗ് എനിക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല കേട്ടോ. ചാണ്ടി ഉമ്മ അത് വല്ല CPM-കാരായിരിക്കും എന്ന് അച്ചോട്ടാ. കൂട്ടത്തിലുള്ളവന്മാര് തന്നെ ഫ്ലെക്സ് കീറിയിട്ടും ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് സ്വന്തം പാർട്ടിയാണ്. അപ്പന് ഏറ്റവും കൂടുതൽ പണി കൊടുത്തത് സ്വന്തം പാർട്ടിക്കാരാ. എന്നിട്ടും നാണമനു ഇല്ലല്ലോ ഞങ്ങൾ അത് ചെയ്തത് ഞങ്ങളാണെന്ന് പോലും വ്യക്തമായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വെള്ളയും ഇട്ട് വന്ന ആള് വലിച്ചു കീറുന്നത്. എന്നിട്ടും പറയാണ് CPM-കാരാണ് ചെയ്യുന്നത്. ഇത് പറയാൻ ഉളുപ്പില്ലേ മിസ്റ്റർ ചണ്ടിയുമ്മൻ? അല്ല കുഞ്ഞുഞ്ഞ. പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ആഭ്യന്തര കാര്യമായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതുപോലെ പുറത്തേക്ക് അടിയോടുന്നില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിന് വേണ്ടി തെരുവിൽ ആരും ഇറങ്ങൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. ഇതുപോലെ അടി കൂടിയെന്ന് ഞങ്ങൾ അത് CPM-ന്റെ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. അതായത് അടി ഇടിയും തൊഴിയും വെട്ടും കുത്തും ഒക്കെ ആണെങ്കിലും അതങ്ങ് പാർട്ടിക്കകത്ത് പുറത്തോട്ട് വരൂല. അതിന് ഞങ്ങൾ കാര്യത്തിൽ ഇവരുടെ ഡിസിപ്ലിൻ നമ്മൾ അനുവദിക്കണം കേട്ടോ. അതായത് ഈ പറയുന്ന ആരേലും എതിർപ്പ് ഉന്നയിച്ചാൽ അവരങ്ങ് പുറത്തേക്കാം. അതാണ് ഇവരുടെ ഒരു നിലപാട്. അങ്ങനെയൊന്നുമല്ല. ഗോവിന്ദനൊക്കെ പിന്നെ പോയത് എന്തിനാ? ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പേരെഴുതി വെച്ചിട്ട് ഐക്യമില്ലായ്മ കാണിക്കുന്നതല്ല ഞങ്ങളുടെ പാർട്ടി. അത് ശരി. ഹൈക്കമാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിരുന്നു KC വേണുഗോപാലും സതീശനും. അതെ, വൻ അടിയാണ് നടക്കുന്നത്. എന്നിട്ട് പറയുന്ന ആഭ്യന്തര ചർച്ച ചെയ്യുന്നത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മുഖം കാണണം. കരച്ചിലാണ് കാണാൻ പറ്റാത്ത. അവരെന്തോ ഒരു കരച്ചിലാന്ന് അറിയാമോ? അവരൊന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കണം, നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷിക്കണം, നമ്മുടെ എല്ലാ വിജയങ്ങളും ആഘോഷിക്കണം എന്ന് പറഞ്ഞിരുന്ന ലീഗ് അതാ കണ്ടില്ലേ? എന്റെ ആശാൻ എന്ത് അവസ്ഥയാണ് ഈ UDF നാണം കെട്ടു. നമ്മൾ ദേശീയ തലത്തിൽ നമ്മൾ നാണം കെട്ടു. നമ്മൾ ഇതുവരെ കേരളത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? പ്രബുദ്ധരാണ് സാർ, 100% ലിറ്ററസി സാർ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി, ബംഗാളിലെ മുഖ്യമന്ത്രിയായി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ഇറക്കാൻ പറ. ഞങ്ങൾക്ക് വേണം മുഖ്യമന്ത്രിയെ. കസേര നമുക്ക് OLX ഇട്ട് വിറ്റാലോ? വേണ്ട, അവിടെ കാവൽ മുഖ്യമന്ത്രി 5 വർഷം എത്താൻ പറ്റുമോ? കാവൽ മുഖ്യമന്ത്രിക്ക് അവിടെ ഒരു റോളും ഇല്ല. പണ്ടത്തെ പോലെ പോലീസുകാരൊന്നും സല്യൂട്ട് അടിക്കുന്നില്ല. പരമദയനീയമാണ്. എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. കാവൽ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എടുത്ത സാധനം അവിടെ തന്നെ കൊണ്ടുവച്ചോ. മുഖ്യമന്ത്രി ആരാണ്? സതീഷ് രമേശ്. അപ്പൊ കേസി വേണ്ടല്ലേ? വേണ്ട. കെട്ടിയിറക്കുന്നവരൊന്നും നമുക്ക് അതെ വേണ്ട. കെട്ടിയിറക്കുന്നവര് രാവിലെ മുഴുവൻ വെള്ളം കോരി വെച്ചിട്ട് അത് ഉടക്കാൻ വെള്ളം കോരി വെക്കുന്നതാണോ? ഈ 5 വർഷക്കാലം പിണറായി പോലീസിന്റെ അടിയും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ട് ഈ പ്രതിപക്ഷത്തിരുന്ന് കണ്ട എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ വരെ എത്തിച്ചത് ആരാ? സതീഷ്. പിന്നെ രമേശിന് വേണേ നിങ്ങൾ കൊടുക്കാം, പക്ഷെ കേസിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി തോപ്പിച്ചിട്ട് കേരളത്തിൽ
പ്രിയങ്ക ഗാന്ധി ആയാലും എന്താ വനിതാ മുഖ്യമന്ത്രി വേണ്ടെന്ന് സതീഷ്. എന്നാ ലീഗിന് കൊടുക്കാം. സതീഷ് ലീഗിന് കൊടുത്താലോ? സതീഷ് മുഖ്യമന്ത്രി സതീഷ്. കുഞ്ഞാലിക്കുട്ടി ആയാലും എന്താ പുളിക്കോ? അശനെ ഒരു കമ്മിയാണെങ്കിലും ഞാൻ കാത്തിരിക്കുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയാൻ. അപ്പോൾ സതീഷ് രമേശ് വേണ്ട വേണ്ട. എന്ത് 5 വർഷം ഉണ്ടാക്കിയിട്ട് തോൽപ്പിച്ചല്ലോ. തോൽപ്പിച്ചില്ലേ? സതീഷ് വന്നിട്ട് 5 വർഷം കൊണ്ട് തന്നെ ജയിപ്പിച്ചത് UDF-നെ. അപ്പൊ എല്ലാം സമ്മതിക്കുന്നുണ്ട്. കെട്ടിയിറക്കുന്നവര് വേണ്ടട്ടാ. ഹൈക്കമാൻഡിന്റെ അശനെ രാഹുൽ മങ്കടത്തിലൊന്നും മിണ്ടുന്നില്ല. തുടരെ വീഡിയോ ഇറങ്ങി കൊണ്ടുവരുന്ന ആളാണ്. മിണ്ടുന്നില്ല. അണ്ണാക്കിലെ പിരിവെട്ടിയില്ലേ? അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുന്ന അവൻ എന്ത് മറ്റേ പോസ്റ്റ് ഇടാനാണ്? അവസ്ഥ നേതാക്കന്മാർ MLA-മാരെല്ലാം വീട്ടിൽ കയറി കഥ കടച്ചിരിക്കുകയാണ്. അവർ നാണക്കേടിന്റെ വക്കിലാണ്. കച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുക. ഹൈക്കമാൻഡിന്റെ പുക വരുന്നു. ഇതിന്റെ മുന്നിൽ ഞങ്ങളുടെ തോൽവി ഞങ്ങൾക്കൊരു വിഷമമേ അല്ല മാനവരെ. ഇവരുടെ തോൽവി ഇതൊന്നും ഒരു വിഷമം. സതീഷ് ഇന്ന് വല്ലതും നടക്കോ? ഇല്ല നാളെ ആയിരിക്കും. നാളെയല്ല, മറ്റന്നാൾ. നാളെ ഉറപ്പില്ല. 23-ാം തീയതി വരെ സമയം ഉണ്ടല്ലോ. എല്ലാ മാസവും 23-ാം തീയതി ഉണ്ടല്ലോ. തേങ്ങ ഉടയ്ക്കാൻ പറ ആശാൻ. എന്തോന്നിത് ഉടയ്ക്കോന്ന് പറഞ്ഞിരിക്കുന്നു. നാളെ സതീഷ് ഒലിക്കടങ്ങൂർ